ഡോൾബി സൗണ്ട് മാറില്ലേ? എന്താ സംഭവം? ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഒന്ന് എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ജില്ല കേട്ടോ. ഒരുപാട് ലോങ്ങിക്ക് എത്തി. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ വീണ്ടും നമ്മൾ തിരുവനന്തപുരത്തേക്ക് എത്തുന്നത്. തിരുവനന്തപുരത്ത് മോൺസ്റ്റർ ഫിഷ് മാത്രം ചെയ്യുന്ന ഒരു ഫാമിലേക്കാണ് എത്തിയത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ അക്വേറിയം ഷോപ്പും ഉണ്ട്, ഈ ഒരു ഫാമും ഉണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് ഫാമാണ്. അപ്പോൾ വീഡിയോയിൽ നമ്മൾ ആദ്യം എടുക്കുന്നത് അക്വേറിയം ഷോപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ച് നമ്മൾ ഈ ഒരു ഫാമിലേക്ക് വരും. ഇവിടെ ഒരുപാട് വെറൈറ്റി ഫിഷുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഈ തിരുവനന്തപുരത്തെ ഈ ഒരു വെള്ളറടത്തെ ഒരു ഫാമാണ്. അപ്പോൾ എല്ലാവരും ഇന്നത്തെ വീഡിയോ വാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഫാമിനോട് പരിചയപ്പെടാൻ. പേര് ഷാഫി. അപ്പോൾ ഇത് സ്ഥലം കറക്റ്റ് തിരുവനന്തപുരം വെള്ളറട. അപ്പോൾ എന്താണ് ഇവിടെ പ്രത്യേകത? ഇപ്പോൾ മെയിനായിട്ട് നമ്മൾ ഷോപ്പും ചെയ്യുന്നുണ്ട്, അതിന്റെ കൂടെ നമുക്ക് ഫാമും ചെയ്യുന്നുണ്ട്. ഷോപ്പിൽ നമ്മൾ മോൺസ്റ്റർ ഫിഷിന്റെ ചെറിയ ഐറ്റംസ്, ഇത് ഗ്രൂമിംഗ് സെന്റർ ആണ്. നമ്മൾ മോൺസ്റ്ററിനെ വലുതാക്കി കൊടുക്കാൻ ചെയ്യുന്നുണ്ട് നിൽക്കുന്ന സ്ഥലത്ത്. പിന്നെ നമുക്കിത് ബ്രീഡാവാൻ സാധ്യതയുള്ള മോൺസ്റ്റർ ഫിഷ് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഭാവിയിൽ ബ്രീഡ് ചെയ്യാൻ പറ്റും എന്നുള്ള ട്രൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാം ഇവിടെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അരാപ്പായ്മകളുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. നമുക്ക് ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ എക്സോട്ടിക് ഐറ്റംസും നമ്മൾ ചെയ്യുന്നുണ്ട്. അല്ലാത്തത് നമ്മൾ പ്രീ ഓർഡർ ആയിട്ട് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഷോപ്പിൽ നമ്മൾ ചെറിയ ഐറ്റംസാണ് ചെയ്യുന്നത്, അതിൻ്റെ വലിയ സ്റ്റോക്കാണ് ഇവിടെ നമ്മൾ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു പ്രത്യേകത ഉണ്ട്. അതാണ് സംഭവം. നമ്മൾ വീഡിയോയിലൂടെ ഗിവ് വേ കൊടുക്കുന്നുണ്ട് അല്ലേ? അതെ, അത് ഇവരെ ചാനലിലൂടെയാണ് ആ ഗിവ് വേ കൊടുക്കുന്നത്. എന്താണ് ഗിവ് വേ എന്ന് ഒന്ന് പറയാം. നമ്മളൊരു അരാപ്പയ്മയാണ് ഗിവ് വേ കൊടുക്കുന്നത്. അരാപ്പായ്മ ഇതുവരെ ആരും അങ്ങനെ കൊടുത്തില്ല. അരാപ്പായ്മയ്ക്ക് ചുരുങ്ങി എത്ര സൈസ് വലിപ്പുണ്ടാവും? എത്ര? ഒരു 10 ഇഞ്ച്, ഏകദേശം 10,000 രൂപ റേറ്റ് വരുന്നതാണ്. 10,000 രൂപയായിട്ട് അതിൻ്റെ വില. അപ്പോൾ അത് നല്ലൊരു സുവർണ അവസരമാണ് നമ്മുടെ വീഡിയോയിലൂടെ നമ്മളൊന്ന് പറയാൻ പോകുന്നത്. അതിൻ്റെ വിശദമായ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ലാസ്റ്റ് പറയും. ഇപ്പോൾ പറയുന്നില്ല, സസ്പെൻസ് പൊളിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ആദ്യം അക്വർ ഷോപ്പ് പോയിട്ട് അവിടുത്തെ കളക്ഷൻ കണ്ടിട്ട് ഇവിടെ നമുക്ക് വീട് പിടയ്ക്കാൻ വരാം. ഇവിടെ നമുക്ക് അത്യാവശ്യം വെറൈറ്റികൾ കണ്ട് അക്വർ ഷോപ്പിൽ കുറച്ച് വെറൈറ്റികൾ കാണാണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്ന് നോക്കാം. അപ്പോൾ നമ്മൾ അക്വർ ഷോപ്പിൽ എത്തി. ഇത് റോഡ് സൈഡ് തന്നെയാണ് അല്ലേ? മെയിൻ റോഡ് സൈഡാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഗപ്പികൾ ഇരിക്കുന്നുണ്ടല്ലോ. ഗപ്പികൾ നമുക്ക് കുറച്ച് നമ്മൾ ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം മോൺസ്റ്റർ ഫിഷ് നോക്കാം അല്ലേ? നമുക്കിപ്പോൾ ക്യാറ്റ് ഫിഷ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. നമ്മുടെ നിലവിൽ ഇപ്പോൾ 10ഓളം വെറൈറ്റി ക്യാറ്റ് ഫിഷ് വെറൈറ്റീസ് ഉണ്ട്. 10 വെറൈറ്റി ക്യാറ്റ് ഫിഷ്, എല്ലാം എക്സോട്ടിക് ഐറ്റംസ് ആണ്. ഓരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മുടെ സാധാരണ നോർമൽ ക്യാറ്റ് ഫിഷ്, റെട്ടൈൽ ക്യാറ്റ് ഫിഷ്. ഇതിപ്പോൾ ഒരു 3 ഇഞ്ച് സൈസാണ് വരുന്നത്. 3 ഇഞ്ച് സൈസ്. ഇതിന്റെ വലിയ ജയന്റ് സൈസ് നമ്മളെ ഫാമിലുണ്ട്. അത് നമുക്ക് ലാസ്റ്റ് നോക്കാം. ഇതിപ്പോൾ നമുക്ക് റീറ്റെയിലും ഹോൾസെയിലും ഉണ്ടോ? ഹോൾസെയിലും റീറ്റെയിലും കൊടുക്കുന്നുണ്ട്. എങ്ങനെ ഇപ്പോൾ റീറ്റെയിൽ വരുമ്പോൾ? റീറ്റെയിൽ നമുക്ക് വരുന്നത് 300 രൂപ വരുന്ന പീസ്. ഹോൾസെയിൽ നമുക്ക് ക്വാണ്ടിറ്റി അനുസരിച്ച് റേറ്റ് മാറും. അപ്പോൾ ഇതിൽ നമുക്ക് ഏത് ഫുഡപ്പോൾ കഴിക്കാൻ വേണമെങ്കിൽ? ഇത് നമ്മൾ കൊടുക്കുന്നത് ഇപ്പോൾ കൊടുക്കുന്നത് ബ്ലഡ് ബാംസ് ആണ്. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ചിക്കൻ കൊടുക്കാം, പിന്നെ ശേഷം ലൈഫ് ഫിഷ് ഒക്കെ കൊടുക്കാം. ഇതെന്ന് പറഞ്ഞാൽ ടൈഗർ ഷവൽനോസ് ക്യാറ്റ് ഫിഷ് ആണ്. ടൈഗർ ഷവൽനോസ്. ഇതിന്റെ വായു ഭാഗം ഷവൽ പോലെ ഇരിക്കുന്നുണ്ട്, ഷവൽനോസ് ക്യാറ്റ് ഫിഷ് എന്ന് പറയും. ഇതൊരു ലാർജ് കാറ്റഗറി ക്യാറ്റ് ഫിഷ് വെറൈറ്റി ആണ്. സ്ലോ ഗ്രോത്ത് ഇല്ല, ക്യാറ്റ് ഫിഷ് എല്ലാം ഓൾമോസ്റ്റ് എല്ലാം ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. ഇത് അറൗണ്ട് ഒരു 3 feet ഒക്കെ വളരുന്നതാണ്. ഇതിന് വലുത് നമ്മളിലുണ്ട്. ഇതിപ്പോൾ 3 to 4 ഇഞ്ചിന്റെ അടുപ്പിച്ച് സൈസ് വരുന്നുണ്ട്. ഇത് പീസ് 400 വരുന്നത്. ഇതെന്ന് പറഞ്ഞാൽ ഹൈബ്രിഡ് ഷവൽനോസ് ക്യാറ്റ് ഫിഷ് എന്നാണ്. ഇതെന്ന് പറയാൻ നമ്മൾ ആദ്യം കാണിച്ച റെട്ടൈലിന്റെയും ഷവൽനോസിന്റെയും ക്രോസ് ബ്രീഡാണ്. ഇത് വളരുമ്പോൾ നമ്മൾ റെട്ടൈലിനെ പോലെ ടെയിൽ റെഡ് ആയിരിക്കും, ഷവൽനോസിന്റെ പോലെയുള്ള ഒരു ബോഡി പാറ്റേൺ ആയിരിക്കും. ഡോട്ട് വരുന്നുണ്ട്. നല്ല ഭംഗിയുള്ള വെറൈറ്റി. ഇത് ഒരു 3 feet ഒക്കെ വളരുന്ന ലാർജ് കാറ്റഗറി ക്യാറ്റ് ഫിഷ് ആണ്. 3 feet ഒക്കെ വരും. 3 feet ഒക്കെ അപൂർവമായിട്ട് കിട്ടുന്നതല്ലേ? ഇതിന്റെ വലിയ സൈസ് നമ്മളിൽ ഫാമിലുണ്ട്. ഇതൊരു റെയർ വെറൈറ്റി ആണ്. ഇതിന്റെ പേര് പെറൂണോ ക്യാറ്റ് ഫിഷ് എന്നാണ്. പെറൂണോ. ഇതിന്റെ പെറൂണോ. ഇത് കുറച്ചു കാലം മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു, പിന്നെ കുറച്ചു കാലം ഇല്ലായിരുന്നു. ഇപ്പൊ വീണ്ടും വന്നിട്ടുണ്ട് ഈ സാധനം. ഇത് ഇച്ചിരി കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു റെയർ വെറൈറ്റി ആണ്. ഇതിപ്പോ ഒരു 4 to 5 ഇഞ്ച് ഉണ്ടാവും. പിന്നെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിന്റെ ആ ഒരു മീശ എന്ന് പറയുന്നത് അതിന്റെ ബോഡിയിൽ അത്ര നീളത്തിൽ വളരും, അത്രയും വലുപ്പം വളരും. ഇത് മാക്സിമം ഒരു 2 feet വളരുന്നത്. വളരുമ്പോൾ ഒരു ലെപ്പേർഡിന്റെ ഒരു പാറ്റേൺ ആയിരിക്കും ഇതിന്. ഒരു റെയർ വെറൈറ്റി ആണത്. ഇത് വേറൊരു റെയർ വെറൈറ്റി ആണ്. നമ്മൾ തൊട്ട് മുമ്പ് കാണിച്ച പെറൂണോ ക്യാറ്റ് ഫിഷിന്റെയും ഷവൽനോസിന്റെയും ക്രോസ് ബ്രീഡാണ്. ഇതിന്റെ ക്രോസ് ബ്രീഡാണ്. ഇതിന്റെ പേര് ബട്ടർഫ്ലൈ ക്യാറ്റ് ഫിഷ് എന്നാണ്.
ബട്ടർഫ്ലൈ കാറ്റ് ഇത് വളരുമ്പോൾ നമ്മുടെ ഷവൻലോസിന്റെ ബോഡി ഷേപ്പ് ആയിരിക്കും. പെറൂണോ കാറ്റ്ഫിഷിന്റെ പാറ്റേൺ ആയിരിക്കും. പെറൂണോ കാറ്റ്ഫിഷ് 2 അടി വളരുന്നെങ്കിൽ ഇത് 3 അടിയോളം വളരുന്ന ഒരു വെറൈറ്റിയാണ്. അടുത്തെടുക്കണം നമ്മള്. ഇതും ഒരു റയർ വെറൈറ്റിയാണ്. ഇതിന്റെ പേര് റിപ്സോ കാറ്റ്ഫിഷ് എന്നാണ്. റിപ്സോ എന്ന് പറയുന്നത് ഇതിന്റെ ഈ 2 ഭാഗത്തും മുള്ളാണ്. നമ്മുടെ സോ ഉണ്ടല്ലോ, അറക്കവാൾ എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ 2 സോ ഉള്ള ടൈപ്പാണ്. കാരണം ഇതിൻ്റെ ഒരു പ്രൊട്ടക്ഷനാണ് ഈ സോ എന്ന് പറയുന്നത്. നല്ല ഷാർപ്പാണ്, കയ്യിൽ കൊണ്ട മുറിയുന്നേ നല്ല ഷാർപ്പാണ്. ഇതൊരു ലാർജ് കാറ്റഗറി കാറ്റ്ഫിഷ് ആണ്, പീസ്ഫുൾ ആണ്. ഇതൊരു 3 അടിയോളം വളരുന്നതാണ്. അടിഭാഗത്തായിരിക്കും. നമ്മുടെ സക്കറിനെ പോലെയാണ് ഇതിന്റെ വായ്ഭാഗം വരുന്നത്. ഇതിപ്പോ ഒരു 4 ഇഞ്ച് സൈസാണ്. ഇതെന്ന് പറയുന്നത് കുറച്ച് റെയർ വെറൈറ്റി ആണ്. ഇത് നമ്മുടെ ഇന്ത്യൻ ഷവൻലോസ് എന്നും പറയും, ഏഷ്യൻ ഷവൻലോസ് കാറ്റ്ഫിഷ് എന്നും പറയും. ഇത് നമ്മുടെ ഇന്ത്യ ബോർഡർ അങ്ങനെ ബംഗ്ലാദേശ് നമ്മുടെ ഷവൻലോസിന്റെ ഒരു ഇന്ത്യൻ പതിപ്പാണ്. ഇത് നല്ല റെയർ ആണ്. ഇത് നല്ല സൈസ് വെക്കുന്നതാണ്. ഒരു 3 ഫീറ്റോളം വളരുന്ന വെറൈറ്റിയാണ്. ഇതിന്റെ മീശ അതുപോലെയാണ്, ബോഡിയിൽ അത്ര വളരുന്ന വലിയ മീശയാണ്. ഇതിന്റെ റേറ്റ് പീസ് 1000 വരുന്നത്. ഇതൊരു വെറൈറ്റി കാറ്റ്ഫിഷ് ആണ്. ഇതിന്റെ പേര് ഫെദർഫിൻ കാറ്റ്ഫിഷ് എന്നാണ് പറയുന്നത്. ഫെദർഫിൻ എന്നും പറയും, അപ്സൈഡ് ഡൗൺ കാറ്റ്ഫിഷ് എന്നും പറയും. ഇത് ചില സമയങ്ങളിൽ തലകീഴായിട്ട് നീന്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്സൈഡ് ഡൗൺ കാറ്റ്ഫിഷ് എന്നും പറയും, ഫെദർഫിൻ എന്നും പറയും. ഇത് മാക്സിമം ഒരു 1 ഫീറ്റ് വരെ ഗ്രോത്ത് വരുന്ന കാറ്റ്ഫിഷ് വെറൈറ്റിയാണ്. കുറച്ച് വളരുമ്പോൾ നല്ല ആ ഒരു പാറ്റേൺ തെളിയുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. എത്ര സൈസ് വെക്കണതാ? ഇത് മാക്സിമം 1 ഫീറ്റാണ് വരുന്നത്. ഇപ്പോൾ നമ്മളുള്ളതൊരു 3 to 4 ഇഞ്ച് സൈസാണ് വരുന്നത്. നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ? ഇത് കുറച്ചുകൂടെ ആ ഒരു പാറ്റേൺ ഡാർക്ക് ആവും. ഇതെന്താ റേറ്റ് വരുന്നത്? ഇതിന്റെ റേറ്റ് പീസ് 500 വരുന്നത്. ഇതൊരു ലോച്ച് വെറൈറ്റി ആണ്. നമ്മുടെ ഈ മറൈനിലൊക്കെ കാണുന്ന ക്ലൗൺ ഫിഷിന്റെ തന്നെ ഫ്രഷ് വാട്ടർ ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് ക്ലൗൺ ലോച്ച്. ഇത് നല്ല ഭംഗിയുള്ള ഒരു ഫിഷാണ്. കയ്യിലെടുക്കണം. നമ്മുടെ ക്ലൗൺ ഫിഷിന്റെ ഒരു പാറ്റേൺ ആണ്. പിന്നെ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ സൂക്ഷിച്ച് ഹാൻഡിൽ ചെയ്യണം. കണ്ടോ, അതിന് നമ്മുടെ ആനയുടെ പോലത്തെ 2 കൊമ്പ് ഈ സൈഡിൽ വരും. ഇത് വളരുന്നതോറും ഇത് ഷാർപ്പായിക്കൊണ്ടിരിക്കും. അല്ല, ഇത് നോർമലായിട്ട് നമുക്ക് ബോട്ടമിൽ കാണുന്ന ഒരു ടൈപ്പ് ഫിഷാണ്. ഓർണമെന്റ് ലൈറ്റാ, ഇമ്പോർട്ട് വെറൈറ്റി ആണ്. കാരണം ഇത് സൈസ് വെക്കുന്നതോറും ഇതിന്റെ റേറ്റ് നല്ല റേറ്റ് ആവുന്ന ഒരു ഫിഷാണ്. അത് ഇതൊരു 3 ഇഞ്ചോളം വരുന്നതാണ്. 600 രൂപ പീസ് റേറ്റ് വരും. അതിന്റെ 2 ഇഞ്ചാണ് ഇതിൽ കിടക്കുന്നത്. അത് 500 രൂപ പീസ് റേറ്റ് വരുന്നത്. ഇത് മഹഷീർ എന്നാണ്, ഗോൾഡൻ മഹഷീർ എന്ന് പറഞ്ഞൊരു ഫിഷാണ്. നമ്മുടെ കാർപ്പ് പോലെ തോന്നുന്ന ഒരു ടൈപ്പാണ്. പക്ഷേ ഇത് നോൺ വെജ് കഴിക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇപ്പോൾ ഈ പ്രായത്തിൽ ഈ കളറാണെങ്കിൽ അത് അഡൾട്ട് ആകുമ്പോഴേക്കും ഫുൾ ഗോൾഡ് ആയിരിക്കും. ഇത് 10 അടിയോളം വളരുന്ന ഒരു ഫിഷ്. 10 അടിയോളം വളരുന്ന ഫിഷാ. ഇതിപ്പോ ഒരു 4 ഇഞ്ച് സൈസാണ് വരുന്നത്. ഇത് പീസ് 500 വരുന്നത്. ഫോട്ടോസ് നമ്മൾ കാണല്ലേ? ഈ വലിപ്പം യെല്ലോ കളർ ആയിട്ട് ഗോൾഡ് കളർ. ഇതൊരു റെയർ വെറൈറ്റി കാറ്റ്ഫിഷ് വെറൈറ്റി ആണ്. നമുക്ക് വളർത്താൻ പറ്റിയ തിമിംഗലം എന്ന് പറയാം. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ റിത്ത വെയിൽ കാറ്റ്ഫിഷ് എന്നാണ് ഇതിന്റെ പേര്. എല്ലാം സെയിം ആണ്. അതോ സ്ട്രെസ് ആകുമ്പോൾ കളർ ചേഞ്ച് ആവുന്നതാണ്. ഇതിന്റെ പേര് റിത്ത വെയിൽ കാറ്റ്ഫിഷ് എന്നാ. നമ്മുടെ ഒരു തിമിംഗലത്തിന്റെ ഒരു ഷേപ്പ് എന്നാ പറയുന്നതിന് കാണാനായിട്ടെ. ഇതൊരു ലാർജ് കാറ്റഗറി ആണ്. 5 അടിയോളം വളരുന്ന വലിയ കാറ്റ്ഫിഷ് വെറൈറ്റി. റെയർ ആണ് സാധനം. ഇതിന്റെ രൂപമൊക്കെ ഏകദേശം നമ്മുടെ ഷാർക്ക് അതുപോലെ തിമിംഗലത്തിനെ പോലെ ഇരിക്കുന്നതുകൊണ്ട് ആ പേര് പറയുന്നത്. ഇതിപ്പോ 6 ഇഞ്ചിന് പ്ലസ് ഉണ്ട്. മോൺസ്റ്റർ ഫിഷ് കളക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാറ്റ്ഫിഷ് വെറൈറ്റി ആണത്. ഇത് പീസ് 1500 റേറ്റ് വരുന്നത്. സൈസ് ആയണ്ട. കാരണം വലിയ സൈസ് മോഹവിലയാണ്. സ്ട്രെസ് ആകുമ്പോൾ ഈ കളർ ചേഞ്ച് ആവും. ഇതാണ് ഇതിന്റെ പ്യൂർ കളർ. ഇപ്പൊ നിലവിൽ 5 പീസ് ഉണ്ട് നമ്മളതിൽ.
ഇത് വലുതാണല്ലോ. ഇത് നമ്മുടെ ഷവൽ നോസിൻ്റെ വലുതാണ്, ഒരടി സൈസ് ഉള്ളതാണ്. ഒരടി സൈസായി. നമ്മൾ നേരത്തെ കണ്ടത് 3 ഇഞ്ച് സൈസാണ്, ഇതിപ്പോൾ ഒരടിയുള്ള സൈസാണ്. ഇതിലും വലുത് നമ്മളെ ഫാമിലി ഞാൻ ഉണ്ടായിരുന്നു, ഉണ്ട് 2 അടി സൈസുള്ള നമ്മളിലുണ്ട്. നല്ല പാറ്റേൺ അല്ലേ? നല്ല സോഫ്റ്റ് സൈസ്. ഇതിന്റെ ഇവിടെ സോഫ്റ്റ് ആയിരിക്കും, ഹെഡ് വന്നിട്ട് നല്ല ഹാർഡാണ്. എത്ര മാസം പ്രായം? ഇതിപ്പോ 1 വർഷത്തിനകത്ത് പ്രായം വരുന്നത്. ഇത് നമുക്ക് വളർത്തുന്നവർക്ക് ഇപ്പോൾ കൊണ്ടുപോകുമ്പോൾ എല്ലാ ഫുഡും കൊടുത്തൂടെ? എല്ലാം കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ കൊടുക്കുന്നുണ്ട്, ലൈവ് കൊടുക്കുന്നുണ്ട്, ചെമ്മീൻ എല്ലാം കൊടുക്കുന്നുണ്ട്. ഇത് ഫാൻറ്റം റെഡ് ടൈൽ ക്യാറ്റ് ഫിഷാ. ഇതിന്റെ പ്ലാറ്റിനം ഉണ്ട്. പ്ലാറ്റിനം എന്ന് പറയുമ്പോൾ വൈറ്റ് കളർ ആയിരിക്കും. ഫാൻറ്റം എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡ് പാറ്റേൺ ആയിരിക്കും, ഗോൾഡ് ഷെയ്ഡാ. ഗോൾഡ് ഷെയ്ഡ് റെഡ് ടൈൽ വരുന്നതാ. ഇത് നമ്മൾ ക്യാറ്റ് ഫിഷ് ഈ സാധനം 3 ഐറ്റം ഉണ്ട്. റെഡ് ടൈൽ ക്യാറ്റ് ഫിഷ് ഉണ്ട്. സൈസ് ഇത് 10 ഇഞ്ചാണ്. 10 ഇഞ്ച് പ്ലസ് ഉണ്ട്. ഇതിപ്പോൾ എൻ്റെ കയ്യിൽ വന്നിട്ടൊരു 3 മാസം ആയിട്ടുള്ളൂ. എൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഒരു 6 ഇഞ്ച് ഉണ്ടായിരുന്നുള്ളൂ. ഇതിപ്പോൾ ഇവിടെ കിടന്ന് വളതായ. ഇത് മോഹവലയാ. അത്യാവശ്യം കോസ്റ്റ്ലിയാണിത്. എത്ര സൈസ് വരെ വെക്കും ഇതൊക്കെ? ഇതെല്ലാം എബോവ് 3 ഫീറ്റ് വരുന്നതാ. 3 ഫീറ്റ് വരും. ഇത് ഡ്രാഗൺ ഫിഷ് എന്ന് പറയുന്നൊരു സാധനമാണ്. ഡ്രാഗനെ പോലെ ഇരിക്കുന്ന കാണാം ഇത്. ഇതിന്റെ പേരെന്ന് പറഞ്ഞാൽ ഗ്രീൻ സെനഗൽ എന്നാ. സെനഗൽ വെറൈറ്റിയിൽ വരുന്നതാ. ഇതിൽ ഒരു 3-4 വെറൈറ്റീസ് ഉണ്ട്. എൻലി ചെറി ഉണ്ട്, ആൽബിന ഉണ്ട്, ലെപ്രഡേ, അങ്ങനെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. അതിൽ കുറച്ച് ഇവിടെ ഭംഗിയുള്ളൊരു സാധനമായി ഗ്രീൻ സെനഗൽ എന്ന് പറയുന്നത്. ഇതിപ്പം 1 അടി അടുപ്പിച്ച് ആവാറായി. ഇതൊരു 2 അടിയോളം വളരും. ഇത് നമുക്ക് ലൈവാ കൊടുക്കുന്നത്. ഇത് മനുഷ്യരായിട്ട് ഇച്ചിരി അറ്റാച്ച്മെന്റ് ഉള്ളൊരു വെറൈറ്റിയാണ്. ഇണങ്ങി നിൽക്കുന്നതാ. നമുക്ക് ഹാൻഡ് ഫീഡൊക്കെ ചെയ്ത് അങ്ങനെ കഴിക്കും. ഇതിപ്പോൾ നമ്മളിൽ കുറച്ച് നാളായിട്ടുള്ളതാ. നമ്മൾ തന്നെ വളർത്തിയെടുത്തതാ. ഇത് നോർമൽ ആൽബിനോ സക്കറാണ്. ബ്ലാക്ക് ഒക്കെ കോമൺ ആയിരിക്കുമ്പോൾ ഇത് റെഡ് ആയി വരുന്നതാ. നല്ല ഹാർഡായിട്ടുള്ള ബോഡിയാണ്. മരത്തിൽ തൊടുമ്പോൾ തോന്നും. ഇതിപ്പോ ഒരു 4 ഇഞ്ച് അടുപ്പിച്ചായതാ. ഇത് പീസ് 50 രൂപ വരുന്നത്. ബ്ലാക്ക് ഇല്ല. നിലവിൽ ഇപ്പോൾ വൈറ്റാ ഉള്ളത്. ബ്ലാക്ക് നമുക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റോക്കിൽ നമുക്ക് ആഡ് ചെയ്യാം. ചെന്ന ഇതൊരു എക്സോട്ടിക് വെറൈറ്റി ആണ്. നോർമലായിട്ട് നമുക്ക് സാധാരണ കാണുന്ന ടൈപ്പ് അല്ല. ഇത് ചെന്ന ഏഷ്യാറ്റിക്ക വൈറ്റ് സ്പോട്ട് എന്ന് പറയും. ഇതൊരു ഇമ്പോർട്ട് വെറൈറ്റി ആണ്. ഒരു വൈറ്റ് സ്പോട്ട് നല്ല രീതിയിൽ തിളങ്ങുന്നൊരു ടൈപ്പാണ്. ഇത് 2 അടി അല്പം വെക്കുന്നതാണ്. ഇതിൻ്റെ ഒരു 3-4 കളർ വരുന്നുണ്ട്. അതിപ്പോൾ നെക്സ്റ്റ് സ്റ്റോക്കിൽ നമ്മളിൽ വരും. ഇപ്പം നിലവിൽ ഇതാ ഉള്ളത്. ഫാമിലുള്ളത്. ഫാമിൽ കുറച്ചുണ്ട്. ഇത് വരുന്നത് ചന്ന ഗോൾഡൻ കോബ്ര. ഇത് നമ്മുടെ ചന്ന വെറൈറ്റിയിൽ ഏറ്റവും ഭംഗി കൂടിയ വെറൈറ്റിയിൽപ്പെട്ട ഒരെണ്ണമാണ്. ഇതിനൊരു ഗോൾഡ് ഷെയ്ഡും ബ്ലൂ ഷെയ്ഡൊക്കെ വരുന്നതാണ്. ഇത് ഹൈഫിനാണ്, നല്ല AAA ക്വാളിറ്റിയാണ്. ഇത് നമുക്ക് ഹാൻഡ് ഫീഡ് ചെയ്യാം. ഇത് നമ്മൾ സിംഗിൾ ടാങ്കിലിട്ട് വളർത്തുന്ന ടൈപ്പ് ഫിഷാണ്. ഇത് ഷോർട്ട് ബോഡിയാണ്. കോപ്പർ ഷോർട്ട് ബോഡി ഓസ്കാറാണ്. നമ്മൾ നോർമൽ ഓസ്കാറിനെ കണക്കല്ല. ഇത് ഷോർട്ട് ബോഡിയാണ്. ഇമ്പോർട്ട് വെറൈറ്റി ആണ്. നമ്മൾ നോർമൽ ഓസ്കാറിനെ കണക്ക് വലുതാവുകയും ചെയ്യും. ഒരു ബോൾ മാറി ഇതുപോലെ റൗണ്ട് ആയിട്ടിരിക്കുകയും ചെയ്യും. നല്ല രസമുള്ള ഒരു വെറൈറ്റിയാണ്. ഇത് കൊടുക്കാനുള്ളതാ. നമ്മൾ നോർമൽ ഓസ്കാറിനെക്കാളും റേറ്റ് ഇത്തിരി വ്യത്യാസം ഉണ്ടാവും. കാരണം ഷോർട്ട് ബോഡി ആയതുകൊണ്ട് അതിൻ്റെതായ റേറ്റ് വ്യത്യാസം വരും.
ശരിക്കും ഈ പ്രായം കണക്ക് കൂട്ടുമ്പോൾ മറ്റേ വലിയ ഓസ്കർ ആയിട്ടുണ്ടാവും ശരിക്കും. അല്ല അതല്ല, നമുക്ക് ബോഡി സൈസ് ആവും. ബോഡി സൈസ് ആവും. പക്ഷേ നീളം വെക്കത്തില്ല. അങ്ങനെ ഇപ്പൊ നമുക്ക് കൈപ്പത്തിയിലൂടെ അത്ര വലുതാവും, പക്ഷേ റൗണ്ട് ആയിട്ടിരിക്കും കാണാനായിട്ട്. റൗണ്ട് ഷേപ്പ്. നോർമൽ ഓസ്കർ ആണെങ്കിൽ കുറച്ചുകൂടെ നീളം ഉണ്ടാവും. ഇത് നമുക്ക് റെയർ ആയിട്ട് കണ്ടിരുന്ന ഒരു വെറൈറ്റി ആണ്. ഇതിന്റെ പേര് നോർത്തേൺ പൈക്ക് എന്നാണ്. കഴിഞ്ഞ വർഷമാണ് ഇന്ത്യയിലോട്ട് ഈ സാധനം വന്നത്. ഇപ്പം ഈ വർഷം വീണ്ടും വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ നോർത്ത് അമേരിക്കൻ സൈഡിൽ നിൽക്കുന്ന ഒരു ലാർജ് കാറ്റഗറി പൈക്ക് വെറൈറ്റിയാണ്. ഒരു 4-5 അടിയോളം വലിപ്പം വെക്കുന്ന ഫിഷാണ്. അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ ഹണ്ടിങ് സ്പീഡാണ്. ഞാനിത് ഒരു ഫീഡ് കൊടുത്ത് കാണിച്ചു തരാം, ഇതിൻ്റെ സ്പീഡ് അറിയാനായിട്ട്. അതിന് 3 മോളി ഉണ്ടാവും. ഇത് ഭയങ്കര അഗ്രസീവാണ്, നല്ല ഫാസ്റ്റായിട്ട് ഫുഡ് എടുക്കുന്ന ഒരു വെറൈറ്റിയാണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 6000 രൂപ പീസ് റേറ്റ് വരുന്നത്. റെയർ ഫിഷാണ്, നമുക്കിപ്പോൾ വല്ലപ്പോഴേക്ക് ഈ സാധനം കിട്ടാറുള്ളൂ. അലിഗേറ്ററിൻ്റെ രൂപവും നമ്മുടെ പീകോക്ക് ബാസിൻ്റെ സ്പീഡുമാണ് ഇതിൻ്റെ പ്രത്യേകത. ഇത് പീകോക്ക് ബാസിൻ്റെ കുറച്ച് വെറൈറ്റീസാണ്. ബാസ് ഒരു 10ഓളം വെറൈറ്റീസ് ഉണ്ട്. നമ്മളിലിപ്പോൾ 2 വെറൈറ്റീസാണ് ഉള്ളത്. ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ലൈനുള്ളത് പീകോക്ക് ബാസ് അസൂൾ എന്ന് പറയുന്നത്. ഇതൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നതാണ്, വളരെ ബ്ലൂ കളർ ഷെയ്ഡ് വരുന്നതാണ്. ആ താഴെ കാണുന്നത് മോണോക്ലോസ് എന്നൊരു വെറൈറ്റിയാണ്. അതൊരു 2 ഡോട്ടായിട്ടുള്ളത്. അതൊരു ഗ്രീൻ ഷെയ്ഡ് യെല്ലോ ഷെയ്ഡ് കയറി വരുന്നതാണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 700 രൂപ പീസ് റേറ്റ് വരുന്നത്. അസൂൾ വന്നിട്ട് പീസ് 1000 വരും. ഇതിലും റെയർ ആയിട്ടുള്ള സാധനങ്ങളുണ്ട്, നമ്മളത് എടുത്തു കൊടുക്കും. പുതിയ വെറൈറ്റീസ് ഉണ്ട്. ഗോൾഡൻ കെൽബറി അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട്. ഇത് അസൂൾ, പീകോക്ക് ബാസ് അസൂൾ. അസൂളിന് മാത്രമാണ് ബ്ലൂ കളർ വരുന്നത്. ബാക്കിയെല്ലാം ബാസ് വെറൈറ്റി എന്ന് പറഞ്ഞൊരു ഗ്രീന് യെല്ലോ ഷെയ്ഡ് വരുന്നതാണ്. ഇച്ചിരി കാണാൻ കുറച്ചുകൂടെ ഭംഗിയുള്ള സാധനം. ഇതൊക്കെ എത്ര അല്പം വയ്ക്കും? ഇത് നമുക്ക് മാക്സിമം ഒരു 2 അടിയൊക്കെ മാക്സിമം വലിപ്പം വയ്ക്കുന്ന സാധനം. ഇത് റോൺകിൻ ഗോൾഡ് എന്ന് പറയുന്നതാ. റോൺകിൻ സാധാ ഗോൾഡിനേക്കാളും ഷോർട്ട് ബോഡി ആയിരിക്കും. ഈ ഒരു വെറൈറ്റി രൂപമാണ് അതിന്. പല കളറുണ്ട്. നിലവിലിപ്പോൾ 3 കളറാണ് വരുന്നത്. ഈ കളർ അതതിൻ്റെ ആ ഒരു ബോഡി ഷേപ്പ് അങ്ങനെയാണ്. സൈസാക്കാൻ കൊണ്ടുവന്നതാണ്. ഇത് പെയർ വന്നിട്ട് 500 വരുന്നത്. പെയർ 500 വരുന്നത്. ഇതിന്റെ പാരന്റ് ഒക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇത് ഇവിടെ ബ്രീഡ് ആയതാണ്. തിരിച്ചറിയാൻ പറ്റും. ഇതിൽ ആ ടൈല് നോക്കി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പെയറായിട്ട് കൊടുക്കാൻ പറ്റും. അത് ബ്രീഡാവും. അത് ഇന്ത്യയിൽ ബ്രീഡായി തന്നെ. ഇതിന്റെ പാരന്റ് ഒക്കെ ഇമ്പോർട്ടഡ് ആണ്. ഇമ്പോർട്ടഡ് റിങ്കിന് അതിൻ്റെതായ റേറ്റ് ഉണ്ട്. ഇത് റേറ്റ് കുറവാണ്. ബ്ലാക്ക് വരുന്നില്ല. ബ്ലാക്ക് വരുന്നത്. ഫീമെയിലിനും മെയിലിനും ഈ ഒരു വയറ് വേർതിരിക്കും. ടൈലിന്റെ ഒരു ചെറിയ ഡിഫറൻസ് നമുക്ക് അറിയാൻ പറ്റും. 10 പീസുകളുണ്ട് ഇപ്പോൾ. എല്ലാം ഒരേ സൈസാ. ഓരോ കളർ വ്യത്യാസമുണ്ട്. ഗോൾഡ് ഫിഷൊക്കെ കളക്ട് ചെയ്യുന്ന ആൾക്ക് ബെസ്റ്റ് ഇതാണ്. കാരണം അത്രയും ക്യൂട്ടായിട്ടുള്ളൊരു നമുക്ക് നോർമൽ വരത്തില്ല. ഇത് കുറച്ച് എന്താ പറയാ ഇമ്മ്യൂണിറ്റി ഉള്ളതാണ്. ഇത് ചന്നാസിന്റെ ഒരു വെറൈറ്റീസ് ആണ്. ചന്ന യെല്ലോ സെന്റാറും റെഡ് മാരൂലിസ് ആണ്. ഇതെല്ലാം ഇന്തോനേഷ്യൻ ഇമ്പോർട്ടഡ് വെറൈറ്റീസ് ആണ്. അല്ല, 2 ഐറ്റംസ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. അല്ല, മാർക്കിംഗ് കാണുന്നത് റെഡ് മറൂലീസ് ആണ്. ഈ കാണുന്നത് അറ്റത്ത് കാണുന്നത് മാർക്കിംഗ് ഉള്ളത്. മറ്റേതെല്ലാം എല്ലാ സെന്റാരമാണ്. ഇതിന് പീസ് വരുന്നിട്ട് 800 റേറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം നല്ല ലാർജ് കാറ്റഗറിയിൽ വളരുന്നതാണ്. ഇതിൻ്റെ കുറച്ചുകൂടെ സൈസുള്ള നമ്മളെ ഫാമിലുണ്ട്. കാണിച്ചു തരാം. അത് യെല്ലോ സ്ട്രൈപ്പ് വരും. ഇത് റെഡാണ്. റെഡ് സ്ട്രൈപ്പ് ആണല്ലോ. ഇത് അഡൾട്ട് ആകുമ്പോഴേ ആ കറക്റ്റ് കളറേഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. ഫെദർ ഫിഷ് എന്ന് പറയും, ബ്ലാക്ക് ഗോസ്റ്റ് എന്നും പറയും. ഇതിപ്പോൾ 2 to 3 ഇഞ്ച് വരുന്നതാ. മാക്സിമം 3 ഇഞ്ച് സൈസാണ് കിടക്കുന്നത്. ഇതിപ്പം ഒരുപാട് നമുക്ക് കിട്ടുന്നുണ്ട്. ബ്രീഡ് ആവുന്ന കാര്യം എനിക്ക് അറിയത്തില്ല ഇവിടെ ഉള്ള. ഇത് നമുക്ക് പെയർ വന്നാൽ 500 വരുന്നത്. 500 രൂപ.
അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഫിഷുകൾ കണ്ടു. ഇനി നമ്മൾ ഇതിന്റെ വലിയ സൈസിലുണ്ട് പറഞ്ഞില്ലേ? നമുക്കൊരു ഫാം ഉണ്ട്, അത് ഗ്രൂം ചെയ്യുന്നതാണ്. ഗ്രൂം ചെയ്യുന്നതും നമുക്ക് അല്ലാതെ പെയർ ആക്കാൻ പറ്റുന്നതൊക്കെ അവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പാർട്ട്ണറിന്റെയാണ്. അതെ. അപ്പോൾ നമുക്ക് ഇനി ആ ഫാമിലേക്ക് പോവാം. അവിടെ വലിയ വലിയ ഫിഷുകൾ നമുക്ക് കാണാം. ഓക്കെ. അപ്പോൾ ഷാഫി നമ്മളിപ്പോൾ എവിടെ എത്തിപ്പോണ്ടോ? നമ്മുടെ പാർട്ണറിന്റെ ഫാമിലാണ്. അതെ. പേരെന്താ? സെൽവരാജ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് കാണിക്കാനുള്ളത്? ഇവിടെ നമുക്ക് നമ്മുടെ ഷോപ്പിൽ കണ്ടതിന് തന്നെ വലിയ ഐറ്റംസ് ആണ്. വലിയ ഐറ്റംസ്. ആരാപ്പായ്മയുടെ വലിയ സൈസാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇവിടെ ആരാപ്പായ്മ 4 അടി 5 അടിൻ്റെ വലിപ്പമുള്ള ആരാപ്പായ്മ ഇവിടെ ഉണ്ട്. പിന്നെ ഗെയിൻ ഗരാം ഉണ്ട്. പിന്നെ അതൊക്കെയുള്ളത്, പിന്നെ നമുക്ക് ഷവൽ നോസ് കാറ്റ് ഫിഷ്, അതുപോലെ ഒക്കെ വലിയ സൈസുള്ളതൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ അതിവിടെ നമ്മൾ അടിപൊളി സെറ്റപ്പിലായിട്ട് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ എങ്ങനെ വലിയ വലിയ സൈസിലുള്ള ഫിഷിനെ വളർത്താം എന്ന് നമ്മൾ ഇവിടെ കാണിക്കുകയാണ്. അപ്പോൾ അത് നമുക്ക് നോക്കി നോക്കാം. ആ സെൽവേട്ട ഇവര് മോനല്ലേ? ഇതെന്റെ മൂത്ത മോൻ. മോന്റെ പേര് പറയാ? അഫിൽ രാജ്. അപ്പോൾ ഇതാണ് ഇപ്പോൾ സെറ്റപ്പില്ലേ? അതെ, അടിപൊളിയായിട്ടുണ്ടല്ലോ. അപ്പോൾ സൈഡിൽ ഫ്രിഡ്ജിന്റെ കേസ് വെച്ചിട്ട് അതിന്റെ നടുവിൽ ഈ ഷീറ്റ് ഇറക്കിയിരിക്കുക. അതെ. അന്നേരം നമുക്ക് ഒത്തിരി കുഴിക്കണ്ട. ഇതുകൊണ്ട് ഇത് തള്ളിപ്പോവാതിരിക്കും. വെള്ളത്തിന്റെ ലോഡ് കൊണ്ട് ഈ ഫ്രിഡ്ജ് ഇങ്ങനെ സൈഡിലെല്ലാം ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ആരാപ്പായ്മയുടെ പ്രായം എത്ര? ഇപ്പോൾ ഇതിപ്പോൾ ഒരു 4 വയസ്സ് കാണും. 4 വയസ്സ് കാണും. എത്ര വയസ്സിൽ കൊടുക്കുന്നതാ? അത് 5 ഇഞ്ചിൽ കൊണ്ടുവന്നത്. 5 ഇഞ്ചിൽ. അതെ. ഇപ്പത് ഒരു ഏകദേശം 4.5 അടിയോ 4.5 അടിന്റെ അടുത്തായി. നല്ല ബോഡി തിക്നെസ് കാണിക്കുന്നുണ്ട് അല്ലേ? അതെ, നല്ലപോലെ ഫീഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പൊ എന്ത് ഫീഡാ കൊടുക്കുന്നതാണ്? ഇപ്പോൾ ഞങ്ങൾ മീൻ കൊടുക്കും, ചിക്കൻ ഹാർട്ട് കൊടുക്കും, പിന്നെ അല്ലാതെ ചിക്കൻ കൊടുക്കും, പിന്നെ നമ്മൾ പോത്തിൻ്റെയൊക്കെ ലിവറും കൊടുക്കാറുണ്ട്. മോനെ, അപ്പോൾ ഇതെന്താ കൊടുക്കുന്നത്? ഇത് നമ്മളിപ്പോ ബീഫിന്റെ ലിവറാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ കൊടുത്തു നോക്കാം. ആരാപ്പായ്മ ഇപ്പം വന്നിരിക്കുകയാണ്. ഡോൾബി സൗണ്ട് മാറില്ലേ? അത് കഴിച്ചു. കഴിച്ചു. ഇനി അടുത്ത് വീണ്ടും ഇങ്ങ് വരും. അപ്പോഴേ നമുക്ക് അടുത്ത് കൊടുക്കാൻ പറ്റും. നല്ല ഇണങ്ങിണ്ടല്ലേ? എത്ര നേരം ഫുഡ് കൊടുക്കല്? നമ്മളെ ഒരു വട്ടം തന്നെ രാത്രി നൈറ്റാണ് കൊടുക്കുന്നത് കൂടുതൽ. നൈറ്റാണ് 1.5 ഇട്ട് കൊടുക്കും. എത്ര വേണ്ടി ഇവർക്ക് ഇതുപോലെ ഒരു കുറച്ച് വേണ്ടി വരും. ഇതുപോലത്തെ ആണെങ്കിൽ നമുക്കൊരു 10 എണ്ണം ഉണ്ടെങ്കിൽ ആരാപ്പായ്മയ്ക്ക് തയ്ക്കാം. പിന്നെ നാളെ കൊടുക്കുള്ളൂ. പിന്നെ അടുത്ത മറ്റന്നാ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊടുക്കത്തില്ല. ഓ, അങ്ങനെ പിന്നെ ദഹിച്ചു പോകാൻ വേണ്ടി. മതിയായോ? നൈറ്റ് ആയിരുന്നേ കുറച്ചുകൂടെ. ശരിയാ. ഓക്കെ. നമുക്ക് ഈ ആരാപ്പായ്മ കൊടുക്കില്ലേ? കൊടുക്കാനാ. കൊടുക്കാനുള്ള റേറ്റ് ഇവിടേക്ക് വിളിച്ച് ചോദിക്കാം. വിളിച്ച് ചോദിക്കാം. അല്ലേ? അതെ, നമ്പർ ഞാൻ തന്നേക്കാം. അപ്പോൾ ഇവിടെ മേടിക്കുകയാണെങ്കിൽ ഇവിടെ വന്ന് മേടിക്കേണ്ടി വരും. ഇവിടെ വന്ന് മേടിക്കേണ്ടി വരും. അതുകൊണ്ട് പിന്നെ ആദ്യ കാലത്തൊക്കെ എന്തായിരുന്നു ആദ്യം ഫുഡ് കൊടുത്ത് വളർത്തിയത്? ആദ്യം ഞങ്ങൾ കൊഞ്ച് കൊടുക്കുമായിരുന്നു. പിന്നെ പുഴകളിൽ നിന്ന് കിട്ടുന്ന ചെറിയ ചെറിയ മീനുകൾ, ഇതൊക്കെയായിരുന്നു കൊടുക്കുന്നത്. പിന്നെ ബാക്കി എന്തൊക്കെയുള്ളത്? ഇതിനകത്ത് ഷവൽ നോസ് കിടപ്പുണ്ട്, ഏകദേശം 2 അടിയുള്ള. ഹൈബ്രിഡ് കാറ്റ് ഫിഷ് അത് 2 അടിയുള്ളത് കിടപ്പുണ്ട്. പിന്നെ അലിഗേറ്റർ കിടപ്പുണ്ട്, അത് 2 അടി കഴിഞ്ഞുണ്ട്. പിന്നെ ഉണ്ട് ഹൈബ്രിഡ് കാറ്റ് ഫിഷ് ഉണ്ട്, റെട്ടൈലുണ്ട്. റെട്ടൈലുണ്ട്. ജയിൻറ്റ് ഗൗരാമി കിടപ്പുണ്ട്. പിന്നെ ഒരു ചേർ മീൻ കിടപ്പുണ്ട്. അതുകൊണ്ട് ആ സൈഡിൽ അവിടെ ചേർന്ന് കിടപ്പുണ്ട്. അതെ, നാടൻ മത്സ്യം. പിന്നെ പറയുന്ന വൈറ്റും ബ്ലാക്കും ഉണ്ട്. അതെ, അതെ, അതെ. ഇത് ഞങ്ങളുടെ റെട്ടൈൽ കാറ്റ് ഫിഷാണ്. ഇത് ഒരു 2 ഇഞ്ച് സൈസിൽ വാങ്ങിയതാണ്. ഞങ്ങൾ തന്നെ അതെ, ഞങ്ങളിവിടെ വളർത്തി വലുതാക്കിയതാണ്. ഇതിപ്പോൾ 2 അടി കഴിഞ്ഞു. അതെ. ഇതും ഞങ്ങൾ ആരാപ്പായ്മയ്ക്ക് കൊടുക്കുന്ന അതേ ഫുഡുകളൊക്കെ കൊടുത്തേ അത് കൊടുത്ത് വളർത്തുന്നത്. അതെ, അതാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഒരു പ്രത്യേകത. അപ്പോൾ നമുക്ക് ഇതിന്റെ റേറ്റ് ഇവിടെ വിളിച്ചു ചോദിക്കാം. വിളിച്ചു ചോദിച്ചാൽ
അത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതുകൊണ്ട് നമുക്ക് നേരിട്ട് ചോദിക്കണം. അതെ. ഇത് ഞങ്ങളുടെ ഹൈബ്രിഡ് കാറ്റ് ഫിഷാണ്. ഷവൽ നോസ് അല്ലേ? ഷവൽ നോസ് അല്ല, ഹൈബ്രിഡ്. ഷവൽ നോസും റെഡ് ഐലും കൂടെ ബ്രീഡായിട്ട് വരുന്നത്. ഇതിപ്പോൾ നമ്മൾ റെഡ് ടൈലിൻ്റെ അത്ര സൈസായത്? അതെ. അതിൽ കൂടെ ഇച്ചിരിയും കൂടെ 2-3 ഇഞ്ച് വലിപ്പം കൂടുതലായത്. കൂടുതലാണ്. അതെ. ഇത് ഞങ്ങളൊരു 5 ഇഞ്ചിന് എടുത്തതാണ്. 5 ഇഞ്ച് സൈസായിരുന്നപ്പോൾ എടുത്തതാണ്. ഇപ്പോൾ ഇത്രയും സൈസ്. അതെ. ഈ സൈസായി കിട്ടണമെങ്കിൽ കുറച്ച് പാടല്ലേ? ഇച്ചിരി പാടെ നല്ല ശ്രമമൊക്കെ ഉണ്ട് ആദ്യം മുതൽ. ഇതിപ്പോൾ ഇത്രയും സെൽവട്ടത്ത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ പലതും പല സൈസിലുള്ളതാണല്ലോ, പല വെറൈറ്റി ആണല്ലോ. അതെ. അപ്പോൾ ഒരു കുഴപ്പം കാട്ടുന്നില്ല? ഇല്ല, ഒരു കുഴപ്പമില്ല. അവരെല്ലാവരും ഫ്രണ്ട്സാണ്. അവരെല്ലാം അതെ ഫ്രണ്ട്സായിട്ടാണ് കഴിയുന്നത്. ഫുഡ് പ്രോപ്പറായിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം. അത് ഞങ്ങൾ കൊടുക്കുന്ന ആ ഒരു ക്രമത്തിന് കൊടുക്കും. ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ദിവസം കൊടുക്കത്തില്ല. ഷവൽ നോസ്. അതെ, ഇത് ഞങ്ങളുടെ ഷവൽ നോസാണ്. ഇത് ഞങ്ങൾ ചെറിയ സൈസിൽ ഒരു 3-4 ഇഞ്ച് സൈസിന് എടുത്തിട്ട് വന്നതാണ്. ഈ നോസിന്റെ പ്രത്യേകത അത് വരുന്നത് ഒരു സൗണ്ട് ഉണ്ടല്ലോ ഇത്. അതൊരു ശബ്ദമൊക്കെ ഉണ്ടാക്കി ഇടയ്ക്ക് ഇങ്ങനെ വെള്ളത്തിൽ നിന്ന് പൊക്കിക്കഴിഞ്ഞാൽ. ആ പാറ്റേൺ ഒക്കെ ലൈൻ പാറ്റേൺ ഒക്കെ അതിൽ വരുന്നത്. വരുന്നത്. ഓരോന്നിനും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇത് എത്ര ഇഞ്ചിൽ കൊടുക്കുന്ന അവിടെ? ഇത് 3-4 ഇഞ്ച് ആ ഒരു സൈസൊക്കെ. അതെ. ഇത് ഞങ്ങളുടെ ജയന്റ് ഗൗരാമിയാണ്. അതെ, പിങ്ക് ജയന്റ് ഗൗരാമിയാണ്. റെഡ് ഐ. ഇപ്പോൾ ഇതൊരു 1.25 അടി. ഇവർക്ക് ഞങ്ങൾ ഇലയും കൊടുക്കും. അല്ലാതെ ചേമ്പില കൊടുക്കുന്നുണ്ട്, മൽബറിയുടെ ഇങ്ങനെയുള്ള ചില അത് കഴിക്കുന്ന ഇല ഐറ്റംസ് കുറച്ചുണ്ട്, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഹെഡൊക്കെ വന്നു തുടങ്ങി. പിന്നെ ഇടയ്ക്ക് പെല്ലറ്റും കൊടുക്കാറുണ്ട് കേട്ടോ. ഇത് ഞങ്ങളുടെ ആൽബിനോ പാക്കു. അതെ, കളറൊക്കെയാണ്. കുറച്ച് വ്യത്യാസമുള്ള ഹമ്പ് വരത്തില്ല. പല്ലുണ്ട്. അത് പോയിട്ട് ഇത് നമ്മൾ കഴിക്കാൻ ഉപയോഗിക്കുന്നതാ. ഇതിന്റെ ബ്ലാക്ക്. അതെ. ഇതിപ്പോൾ ഒരടി കൂടുതലുണ്ട് ഇതിന്. അതെ. ഇതിപ്പോ 2.5 അടി. എത്ര സൈസിൽ കൊടുക്കുന്നത്? 5 ഇഞ്ച്. അതെ. ചെറിയ സൈസിലെല്ലാം കൊടുക്കുന്നത്. അതെ. ഇത് റെഡ് ബെല്ലി പാക്കു. ഇത് ഒരു 2 അടിയോളം സൈസ് ഉണ്ട്. ഉപയോഗിക്കും. അതെ. അതിന് പല്ലൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇതെല്ലാം ഒരു 3-4 ഇഞ്ച് സൈസിലുള്ള. ഒരു പെറ്റായിട്ട് മാറിയല്ലേ? അതെ. ഇത് ഞങ്ങളുടെ നല്ല ഇണക്കമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അതിനെ തലോടിയൊക്കെ നോക്കും. ഒരു കുഴപ്പവും കാണിക്കില്ല. അത്രയും ചെറുപ്പത്തിൽ വളർത്തിയോണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. അതെ. തൊടാനും വേണം ഒരു ഭാഗ്യം. ഒരു കുഴപ്പമില്ല അല്ലേ? പേടിയില്ല, ഒന്നുമില്ല. അതെ. ഇതിപ്പോ ഒരു ഫ്രീ ആയിട്ട് വീട്ടിലൊരു പെറ്റിനെ വളർത്തുന്ന മാതിരിയാണ് ഇപ്പൊ അരാപ്പായ വളർത്തുന്നത്. അപ്പൊ ഇതില് ടാങ്കില് എങ്ങനെയാണ് ഇപ്പൊ ക്ലീനിങ് ഒക്കെ? ക്ലീനിങ് ഒക്കെ ഞങ്ങൾ ഫിൽട്രേഷൻ നടക്കുന്നതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ മോട്ടോർ വെച്ചിട്ടുണ്ട്. അതിൽ നിന്ന് കാണുന്ന ബാരലിലോട്ട് അത് പോവുകയാണ്. അതുവഴി ക്ലീനായിട്ട് ഇപ്പുറത്തോട്ട് വരുന്ന ആ പൈപ്പ്. വെള്ളം അത്ര ക്ലിയർ ആയിട്ട്. അതെ.
അപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ കുറച്ച് കലങ്ങിയ കുറച്ച് തന്നെ അടിയിലുള്ള പായൽ പോലെയൊക്കെ പിടിച്ചിരുന്നൊക്കെ ഇപ്പോൾ ഇളകിയിട്ടുണ്ട്. അത് കുറച്ച് ഒരു 1-2 മണിക്കൂറാകുമ്പോൾ ശരിയാകും. ഫ്രണ്ട്സ്, നമ്മൾ ഈ പേര് ഫാമിലി വന്നപ്പോൾ നമ്മൾ സാധാരണ ഒരു പെറ്റിനെ, ഒരു ഡോഗ്, ക്യാറ്റ് അതിനെ വളർത്തുന്ന അതേ രീതിയിൽ അരാപ്പയ്മനെ വളർത്താൻ അത്ഭുതപ്പെട്ടു പോയി. അരാപ്പയ്മ ഇങ്ങനെ നമ്മൾ മനുഷ്യന്മാരുടെ ഇണങ്ങി നിൽക്കുക. അപ്പോൾ ഇവിടെ അരാപ്പയ്മനെ വളർത്തുന്ന ടാങ്ക് എന്ന് പറയുന്നത് വളരെയധികം ചിലവ് കുറച്ച രീതി. അരാപ്പയ്മ വളർത്താൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം വലിയ ടാങ്ക് സെറ്റപ്പ് ഉണ്ടാക്കണം, അതിനായിട്ട് വലിയൊരു കോസ്റ്റ് ഉണ്ട്. പക്ഷേ അതല്ല, വളരെ ചിലവുണ്ട്. ആ ഷീറ്റിൻ്റെ ചിലവ് മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ. അപ്പോൾ സൈഡിലൊക്കെ ഫ്രിഡ്ജിൻ്റെ കേസ് വെച്ചിട്ട് അതിൽ വെള്ളം നിറച്ചുകൊണ്ട് അവിടെ സൈഡിൽ തള്ളി നിൽക്കും. അപ്പോൾ അങ്ങനെ അടിപൊളിയായിട്ടാണ് അവിടെ സെൽവേട്ട ഇവിടെ സെറ്റപ്പ് ആക്കിയിട്ടുള്ളത്. വളർത്തുന്ന രീതി ഇതേമാതിരി എല്ലാവർക്കും ഇതേമാതിരി വലിയ മോൺസ്റ്റർ ഫിഷിനെ വളർത്താം. ഇതിൽ ചിലവും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൽ നമ്മൾ ഗെയിൻ ഗരാമി ഉണ്ട്, ഷവൽ നോസ് ഉണ്ട്, റെഡ് കാറ്റ് ഫിഷ് ഉണ്ട്. ഇതൊക്കെ മോൺസ്റ്റർ ഫിഷാണ്. എല്ലാം ഒരുമിച്ച് നിന്നിട്ട് ഒരു കുഴപ്പമില്ലാതെ ഒരു കുടുംബത്തോടു കൂടി കഴിയുകയാണ് ഇപ്പോൾ ഈ ഒരു ടാങ്കിലുള്ള ഈ അരാപ്പയ്മയും മോൺസ്റ്റർ ഫിഷുകളും. ഇനി നമുക്ക് കുറച്ച് ഇവിടെ ക്രാ ഫിഷും ഒക്കെ നോക്കാനുണ്ട്. അവിടെ നോക്കി നോക്കാം. അടുത്ത് എന്താ നോക്കുന്നത്? എന്താ ഇത് റെഡ് പൈക്കാണ്. അതെ, ഇത് നല്ല റെഡ് കളറിൽ വരുന്നതാ. ഇപ്പോൾ ഞങ്ങൾ പിടിച്ചു കഴിഞ്ഞപ്പോഴോ ആ കളർ ഇനി കുറച്ച് നേരത്തേക്ക് കാണത്തില്ല. അങ്ങനെ ഇത് മോൺസ്റ്റർ ഫിഷ് ആയിട്ട് ഉപയോഗിക്കുന്നതാണോ? ഇത് മോൺസ്റ്റർ ഫിഷ് തന്നെയാണ്. പെല്ലറ്റും കഴിക്കും, എന്നാൽ ഞങ്ങൾ ഈ പറയുന്ന മീനും ഇറച്ചി അതെല്ലാം കഴിക്കും. അതെ. എത്ര സൈസ് വരെ ഒക്കെയാണ്? അത് കറക്റ്റായിട്ട് തന്നെ ഇത് എത്ര സൈസ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല. 2 അടിയൊക്കെ യൂട്യൂബിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട്. ഫിഷിന് റേറ്റുള്ള സാധനമാണ്. റേറ്റുണ്ട്. അതെ. ഒരു പീസല്ലേ ഉള്ളൂ? ഇപ്പോൾ ഒരു പീസേ ഉള്ളൂ. വരുന്നതാ. അതൊക്കെ റെഡ് കളറിലാണ് അത് തെളിയുമ്പോൾ കാണുന്നത്. ഇപ്പോൾ അത് ബ്ലാക്ക് കളറായിട്ട് മാറിയിരിക്കുകയാണ്. നമ്മളത് പിടിച്ചതുകൊണ്ട് അങ്ങനെ വരുന്നത്. നമ്മൾ ക്രേ ഫിഷ് ആണ് ഇപ്പോൾ നോക്കുന്നത്. ഉണ്ട്. ഇതേതാണ് കളർ? ഇതോ? ഇത് ബ്ലാക്ക്. ബ്ലാക്ക് വരുന്നുണ്ടല്ലേ? ഇതെങ്ങനെ പീസിന് വരുന്നത് റേറ്റ്? ഇത് പീസ് 250 ആണ്. ഒരു പീസ് 250. ഈ സൈസാണ്. അതിന് ചെറിയ സൈസ് ഉണ്ടോ? ചെറുതൊക്കെ ഉണ്ട്. 150 ആണ് അതൊക്കെ. അതിന്റെ ബ്രീഡിംഗ് പേര് ഇപ്പം ആയിട്ടില്ലല്ലേ? ബ്രീഡിംഗ് പേര് ഇപ്പം ഇല്ല, ആവും ഇടയ്ക്ക്. അടുത്തത് ഏതാ കളർ? അടുത്ത് ഓറഞ്ച് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓറഞ്ച്. അതെ. ഇതെങ്ങനെ വരുന്ന റേറ്റ്? ഇത് റേറ്റ് പീസ് 75 രൂപയാണ്. ഈ സൈസ് അല്ല, ചെറുതാണ്. ഈ സൈസ് 250 ആണ്. അടുത്തത് ജെയിന്റ് ക്രേ ഫിഷ്. കുറച്ച് നല്ല വലിപ്പമുണ്ടല്ലോ. അതെ. അതിന്റെ കൈയൊക്കെ മറ്റേക്കാളും അപേക്ഷിച്ച് ഭയങ്കര സൈസ് കൂടുതലാണല്ലോ. അതെ. ഇത് ഈ കളർ ഉണ്ടാവുക? ഇത് ഈ കളറാണ്. ഇത് ഒരടിക്കാവുന്നാണ് ഇത് പറയുന്നത്. അത്രയും വലിപ്പം. ഇതിപ്പോ നമുക്ക് ഈ പീസിന് എത്ര വരും? ഇതോ? ഇതിപ്പോ 500 രൂപയാണ് ഒരു പീസിന്. ഒരു പീസ്. ഈ സൈസാണ്. ചെറുതുണ്ടോ? അപ്പൊ ചെറുതൊക്കെ ഉണ്ട്. 250 അപ്പോഴൊക്കെ. അടുത്തത് ഇത് കയ്യിൽ ചിക്കൻ. ഇത് കടി നല്ല മുറിയും കേട്ടോ നമ്മുടെ കൈയൊക്കെ. ഇതിനൊക്കെ മറ്റേ. അതെ. ഇത് ബ്ലൂ കളർ. അതെ. ഇത് പീസ് 150 രൂപ. ഒരു പീസ് 150 സൈസിനുള്ള. അതിന്റെ ചെറിയ സൈസ് ആവുമ്പോൾ ചെറുതിന് 75 രൂപ. റെഡ് അല്ലേ? റെഡ് അല്ല. റെഡ്. ഇത് ബ്രൗൺ ഗോസ്റ്റ്. ഇതിന്റെ ഈ ഒരു സൈസ് ഒക്കെ ആവുമ്പോൾ 200 രൂപയാണ്. ഇത് ഈ സൈസ് ഇപ്പൊ 150 രൂപ. ഈ ഓറഞ്ച് നല്ല കളർഫുൾ അല്ലേ? ഇത് റെഡ്. ഇതാണ് റെഡ് വരുന്നത്. ഇത് ഈ സൈസ് 150 രൂപയാണ്. ഈ സൈസ്. ഇനി ആ ഓറഞ്ചിന്റെ സൈസ് ആവുമ്പോൾ 250. ഉണ്ട്. ഇത് മെയിലാണ്. ഇതിന്റെ ഇവിടുത്തെ 2 കാലുണ്ടോ? ഇതാ ഇവിടെ ഒരു ഈ ഫീമെയിലിന് ആ 2 കാലില്ല. മെയിലാണിതിപ്പോ. ഫീമെയിൽ നോക്കട്ടെ. ഇത് മെയിലാണ്. എല്ലാം മെയിലാണ്. ഫീമെയിലുണ്ട്. ഇല്ല ഇല്ല. പിന്നെ കൈയിന്റെ നീളം കുറവായിരിക്കും അതിനൊക്കെ. സൈസ് കൂടുതലാണ്. എന്നാൽ ഇതിനങ്ങനെയല്ല. ഇതിന് ഈ സൈഡിൽ ഈ കൈയിന്റെ ഒരു ചുവപ്പ് മാത്രമാണ് ഇതിന്റെ മെയിലിന്റെ അടയാളം. ഇതിന് മെയിലിന് ഹോള് കാണൂല, 2 കാല് കാണൂല. ഫീമെയിലിന് 2 കാല് കാണൂല. ഈ കൈയിന്റെ ഇവിടെയുള്ള ചുവപ്പാണ് ഇതിന്റെ ആണാണോ പെണ്ണാണോ എന്നുള്ളൊരു അടയാളം. അത് ഇത് ഞങ്ങളുടെ ആൽബിനോ കാറ്റ് ഫിഷാണ്. ഇതിൻ്റെ റെഡ് ഐ ആണ്. കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇത് ഒരെണ്ണം മെയിലും ഒരെണ്ണം ഫീമെയിലുമാണ്. അതിപ്പോൾ ഇതിൻ്റെ ഒരെണ്ണത്തിൻ്റെ ബൾജ് ചെയ്തിട്ടുണ്ട്. അതാണ് ഫീമെയിലാണത്. ഇതിൻ്റെ കറക്റ്റ് സൈസ് എനിക്കറിയത്തില്ല. ഓരോ 1.5 അടിയൊക്കെ വെക്കുമെന്ന് അതിന് വയ്ക്കാൻ സാധ്യതയുണ്ട്.
ആ ഇത് സെയിലിന് ഉണ്ട്. വളരെ കുറച്ച് എണ്ണ ഉള്ളൂ. ആ അതെ. ആ ആ അത് ആവശ്യക്കാർക്ക് ഷോപ്പിൽ വരുത്തി കൊടുക്കും. ഇത് ജാഗ്വാർ സിഗ്ലെറ്റാണ്. ആ ഇത് ചെറിയ പീസ് ഞങ്ങൾ എടുത്തിട്ട് വലുതാക്കി കൊടുക്കുന്നത്. അതെ, ഓർണമെൻ്റലായിട്ടുള്ള നല്ലത്. അതെ, വരികയല്ലേ? ഇനിയും ഇത് സൈസ് വയ്ക്കുന്നതാണ്, അപ്പോൾ നല്ലതുപോലെ തരും. ഇതാണ് എൻ്റെ പാറ്റേൺ വരുന്നത് അല്ലേ? അതെ, ഇമ്പോർട്ടഡ് വെറൈറ്റി വരുന്നതാ. അതെ. ഇനി സൈസ് വെക്കിയത് ഇനിയും നല്ല ഒരു ഇതാവും ഇത്. ആ ഇത് യെല്ലോ സെൻറ്റാരം. ഇത് ഫുള്ള് യെല്ലോ ആവും ഇതിൻ്റെ ഈ ബോഡി മൊത്തം. ഇതിപ്പോൾ ഈ കറുത്ത ടാങ്കിൽ കൊണ്ടാണ് ഈ ഒരു ബ്ലാക്ക് കളറായത്. ഇപ്പോൾ ഈ ഇവിടെ ഒരു ചെറിയൊരു പാറ്റേൺ ഒക്കെ കാണുന്നുണ്ടല്ലോ. അത് ഫുള്ളിനി മഞ്ഞയാവും, ഫുള്ള് മഞ്ഞയാവും. ഏതിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ് ഇത്? സ്നേക്ക് ഹെഡ്. സ്നേക്ക് ഹെഡിന്റെ വിഭാഗത്തിൽപ്പെടുന്നതാണ്. ചന വെറൈറ്റിയില്. ഓ ഓ, 2 അടിയോളം. ഇതിപ്പോ എത്ര ഇപ്പൊ സൈസ്? ഇതിപ്പോ 6 ഇഞ്ച് സൈസ് ആയിട്ടുള്ളൂ. അപ്പൊ കളർ വെക്കുന്നുള്ളൂ അല്ലേ? അതെ. അപ്പൊ അതിനെന്താ ഇവിടെ ടാങ്ക് സെറ്റ് ചെയ്തിട്ടുള്ളത്? ഇതില് നമ്മളിപ്പം പൈപ്പ് കുറച്ച് തൂക്കിയിട്ടുണ്ട്. പൈപ്പ് തൂക്കിയിട്ട് തൂക്കിയിട്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അടിയിലുള്ള വേസ്റ്റ്. തൂക്കിയിട്ടുള്ളത് അതിൽ പോയിരിക്കൂ. അതെ അതെ. ഇമ്പോർട്ട് ചെയ്തതാണ്, റെയർ ആണ് ഇതൊക്കെ. അപ്പൊ അതിന് വേണ്ടി ചെയ്ത സെറ്റപ്പാണ്. അതെ. അപ്പൊ ഇത് ബ്രീഡാക്കാൻ വേണ്ടി നോക്കണം. അപ്പൊ ഇടിക്കിട്ട് നോക്കണം. ഇപ്പൊ അതിനുള്ള സൈസ് ആയിട്ടില്ല, ആവുമ്പോ നമ്മൾ ശ്രമിക്കും. ഇവർക്ക് നമ്മള് ചെറിയ മീനുകളാണ് നേരത്തെ കൊണ്ടുപോലെ ആ ഹാർട്ടിന്റെ ഒക്കെ ലൈഫ് ഫീഡ്, ചിക്കൻ. അതെ, പിന്നെ കൂനിയൊക്കെ കൊടുക്കും. കൂനി നമ്മൾ ഉണക്ക കൂനി കടയിൽ നിന്ന് വാങ്ങുമല്ലോ, അതൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് അതിലുള്ള റെഡ് ഒരു സാധനമുണ്ട്, ചെന്ന റെഡ് ബാരിക്ക എന്നാണ് അതിന്റെ പേര്. ഇത് അതെ. നമ്മളെ അടുത്ത പിങ്ക് ടൈലാണ് ഇതിനെ നോക്കാൻ പോകുന്നത്. പിങ്ക് ടൈൽ. ഇത് പിങ്ക് ടൈല്. ഇത് അരോണയുടെ ഒക്കെ കൂടെ ഇടാൻ പറ്റുന്നതാണ്. അതിന്റെ വേറൊരു ടൈപ്പ്. അരോണയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ ഇത് ഉപയോഗിക്കാം. എന്താണ് ഒരു കളർ അതിൻ്റെ ടൈല് നല്ല പിങ്ക് ആയിട്ട് വരും. ഒരു പുള്ളിയൊക്കെ ഉണ്ട് ഇതിന്റെ അവിടെ. എത്ര സൈസ് വരെയൊക്കെയാണ് അപ്പൊ ഇതൊക്കെ? 1 അടി. 1 അടി വരെ ലഭ്യമായിരിക്കും. ഇതിപ്പോ അരോണക്കളും വില കുറവാണെന്ന് ഉദ്ദേശിക്കുന്നത്? വില കുറവായിരിക്കും അല്ലേ? അപ്പൊ അരോണയ്ക്ക് വില കൂടുതലേക്ക് ഇത് മേടിച്ചു കൊടുക്കാം. അതേ മാറ്റത്തിൽ മാറ്റമില്ല അല്ലേ? ഇതിപ്പോ എത്ര ഇഞ്ചായി? ഇപ്പൊ ഇതിപ്പോ ഒരു 4 ഇഞ്ച്. ഇതിവിടെ സെയിൽ ചെയ്യാനാണോ? എത്ര പീസ് കിടക്കണ്ടേ? ഇതിലിപ്പോ ഒരു 2 പീസ് ഇതിന്റെ. വേണമെന്നുള്ളവർക്ക് എടുത്തു കൊടുക്കുന്നുണ്ട്. പീകോക്ക് ബാസും ചെയ്യുന്നുണ്ടായിരുന്നു. ഇത് അസൂല്. യെല്ലോ കളറൊക്കെ വരും അല്ലേ? കളറൊക്കെ ഉണ്ട്. എത്ര സൈസ് ആയതപ്പോ? ഇതിപ്പോ ഒരു 3-4 ഇഞ്ച്. 4 ഇഞ്ച് സൈസ് ആയത്. ഇത് ഗോൾഡൻ ഗൽബറി. ഗോൾഡൻ ഗൽബറി. അതെ തന്നെ. ഇതൊരു പിന്നെ കണ്ടറിയാം. ഇതൊക്കെ സെയിലുകളല്ലേ? സെയിലുള്ളതാണ്. ഇത് ബ്ലൂ ബുൾച്ചിറ. ചെന വെറൈറ്റി വരുന്നത്. ചെന്ന വെറൈറ്റി ആണത്. പല വെറൈറ്റി പേരുകളാണ്. അതെ, നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നതാണ് ശരിക്കും അതിന്റെ കളർ വരുന്നത്. ഉണ്ടാവും അതിനല്ലേ വരുന്നത്? ഉണ്ട്. ഇതിപ്പോ സൈസ് ചെറുതാണ്, അതുകൊണ്ടാണ് ആ ഒരു കളറില്ലാത്തത്. വീട്ടിൽ നമ്മൾ സൈസായ വലിപ്പം വയ്ക്കാൻ വീട്ടിൽ കാണിക്കുന്ന കളറാവും.
ഇവിടെ ഫ്രിഡ്ജിന്റെ കേസിലൊക്കെ എന്താ ചെയ്യുന്നത്? ഇത് ഗപ്പികളുണ്ട്, കൊഞ്ചുണ്ട്, ഇതെല്ലാം നമ്മൾ ഒരുമിച്ചാണ് ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. പിന്നെ നമ്മളുടെ മോൺസ്റ്റർ ഫിഷിനായിട്ടുള്ള ടാങ്ക് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതെ. പിന്നെ ക്രാഫിഷുകളാണ് ചെയ്യുന്നത്. അതെ അതെ, ക്രാഫിഷ് കൊഞ്ച് എല്ലാം നമ്മൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. അതാകുമ്പോൾ കുഴപ്പമില്ല. ഫ്രിഡ്ജിന്റെ കേസിലൊക്കെ ചെയ്യുന്നത്. അതെ അതെ. നമുക്ക് ആദ്യം മോൺസ്റ്റർ ഫിഷ് നോക്കിയിട്ട് ബാക്കിയുള്ള നോക്കാം അല്ലേ? ഓക്കെ. ഫ്രണ്ട്സ്, അപ്പോൾ ഇനിയാണ് നമ്മൾ ആ സസ്പെൻസ് പൊളിക്കുന്നത്. നമ്മൾ ഈ ഒരു ഫാമിലൂടെ ഗിവ് വേ കൊടുക്കുന്നുണ്ട്. ആ ഗിവ് വേ എന്ന് പറയുന്നത് അരാപ്പയ്മയാണ്. അങ്ങനെ ആരും ഇതുവരെ അരാപ്പയ്മയായിട്ട് ഗിവ് വേ കൊടുക്കുന്നത് എൻ്റെ അറിവിലില്ല. അത് ഏകദേശം എത്ര ഇഞ്ചാണ്? 10 ഇഞ്ച് സൈസിലുള്ള അരാപ്പയ്മ. അതിന് എത്ര റേറ്റ് ഉണ്ടാവും? 10,000 രൂപേൻ്റെ അടുത്തുള്ള അരാപ്പയ്മയാണ് ഇപ്പോൾ ഇവിടെ കൊടുക്കാൻ പോകുന്നത്. അരാപ്പയ്മനെ പിടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ കാണാം. അപ്പോൾ ഇത് നമ്മളെ ഷാഫിൻ്റെ ആ ഒരു ചാനലിലൂടെയാണ് ആ ഒരു ഗിവ് വേ കൊടുക്കുന്നത്. ചാനലിൻ്റെ പേര് UK Pets. ആദ്യം നമുക്ക് അരാപ്പയ്മനെ കാണിച്ചിട്ട് നമുക്ക് ആ ചാനലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. അരാപ്പയ്മ 10 ഇഞ്ച് സൈസായത്. 10 ഇഞ്ച് ഉണ്ടാവും. അരാപ്പയ്മ നമുക്ക് ഇവിടെ വേറെ സെയിലുണ്ടാവുമോ? വേറെ നമുക്ക് കുഞ്ഞ് സൈസ് നമുക്ക് എടുത്തു കൊടുക്കാം. ഇപ്പം സീസൺ ആണ്. അതെ. എത്ര ഇഞ്ച് മുതൽക്ക് ഉണ്ടാവും? നമുക്ക് 4 ഇഞ്ച് തൊട്ട് സ്റ്റാർട്ടിങ് ആവുന്നുണ്ട്. എത്ര റേറ്റ് വരുന്നുണ്ട്? റേറ്റ് ഇത് അറൗണ്ട് ഒരു 7,500-8,000 രൂപ റേഞ്ചിൽ നമുക്ക് കിട്ടി തുടങ്ങും. ഇതിപ്പോൾ 10 ഇഞ്ചാണ് അളന്നു. അളന്നു നോക്കണ്ടല്ലേ? ഏകദേശം അറൗണ്ട് 10 ഇഞ്ച് ഉണ്ടാവും. അപ്പോൾ അത് കൊറിയറായിട്ട് അയച്ചു കൊടുക്കണോ? കൊറിയറായിട്ട് നമുക്ക് കേരളത്തിനകത്താണെങ്കിൽ പെറ്റ് വാനിൽ അയച്ചു കൊടുക്കാം. കേരളത്തിന് വെളിയിലാണെങ്കിൽ നമുക്ക് ട്രെയിനോ ബസ്സിലോ അയച്ചു കൊടുക്കാം. നാർക്കിൽ വീണവർക്ക്. ഫ്രണ്ട്സ്, ഇതപ്പോൾ നമ്മളിപ്പോൾ അരാപ്പയ്മനെ കാണിച്ചു. 10 ഇഞ്ച് സൈസിലുള്ളതാണ് റെഡ് ഡോട്ട് വരുന്നത് അല്ലേ? റെഡ് കയറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അരാപ്പയ്മയാണ് ഇവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഗിവ് ആയിട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ പറയാം. യൂട്യൂബ് ചാനലിൻ്റെ പേര് UK Pets Vlogs. അപ്പോൾ ആ ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ കയറുക. അതിൽ കയറിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഒന്നുമില്ല, കമൻറ്റ് ചെയ്യുക. ഈ അരാപ്പയ്മയുടെ എന്തെങ്കിലും ഒരു വിശദാംശം പറയാം അല്ലേ? കമൻറ്റ് ചെയ്യുക. അതിൻ്റെ വാലിഡിറ്റി ഇപ്പോൾ എങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്നത്? നമുക്ക് 2 ആഴ്ചയാണ്. 2 ആഴ്ച കൊടുക്കാം. നമുക്കൊരു 10K ഫോളോവേഴ്സ് നമ്മൾ നോക്കുന്നത്. അതെ. 10K ഫോളോവേഴ്സ്. അപ്പോൾ എല്ലാവരും പ്രോത്സാഹിപ്പിക്കുന്നുണ്ടോ? 10K ഫോളോവേഴ്സ് ആക്കുക. 10Kക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് 10,000 അരാപ്പയ്മയാണ്. അതെ അതെ. അപ്പോൾ 2 ആഴ്ച വരെ ഉണ്ട് കമൻറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദമായ വീഡിയോ നമുക്കത് ചെയ്യാം. വിശദമായ വീഡിയോ അതിൽ പറയും. അപ്പോൾ ആ വീഡിയോയിലൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റിൽ പിക്ക് ചെയ്തിട്ടാണ് ആ ഒരു വിജയെ തിരഞ്ഞെടുക്കുക. അപ്പോൾ അരാപ്പയ്മയാണ് 10 ഇഞ്ച് അരാപ്പയ്മയാണ് കിട്ടുന്നത്. അത് ഇവിടെ വന്ന് മേടിക്കുന്നു വേണ്ട. നിങ്ങൾ എവിടെയാണെങ്കിലും കേരളത്തിൽ എവിടെയാണെങ്കിലും അത് കൊറിയറായിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. അപ്പോൾ നല്ലൊരു സുവർണ്ണ അവസരമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഒരു ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതിൽ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് എന്താണ്? ആ അരാപ്പയ്മയാണ്. ഓക്കെ. പിന്നെ ഗപ്പിയാളല്ലേ? എത്ര ഐറ്റം ഗപ്പിയാൾ നോക്കാണ്ട് നമുക്കൊരു 8ഓളം വെറൈറ്റി ഉണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് ഇത് റെഡ് ഡ്രാഗൺ ആണ്. റെഡ് ഡ്രാഗൺ. നല്ല ഇയറും കാണിക്കുന്നുണ്ട്. നല്ല പ്രിന്റ്, ബോഡിയിൽ പ്രിന്റ് വരുന്നത് അല്ലേ? റേറ്റ് വരുന്നത് പെയർ 100 രൂപ വരുന്നത്. ഒരു പെയറിന് 100 രൂപ. ഹോൾസെയിൽ ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് റേറ്റ് മാറും. ഇത് ജാപ്പനീസ് ബ്ലൂ ടൈലാണ്. ഇതും സെയിം റേറ്റ് 50 രൂപ നമുക്ക് പെയർ വരുന്നത്. നമ്മളെല്ലാം അഫോർഡബിൾ ആയിട്ടാണ് ഗപ്പീസ് കൊടുക്കുന്നത്. ഇത് ടൈലാണ് അതിന്റെ മെയിൻ ഹൈലൈറ്റ്. അത്യാവശ്യം അഡൾട്ട് സൈസ് ആയതല്ലേ? അഡൾട്ട് സൈസ് അതാ. ഇത് ആൽബിനോ പ്ലാറ്റിനം ആണ്. റെഡ് ഐ വരുന്നതാണ്. ഇത് പെയർ വരുന്നത് 100 രൂപ വരുന്നത്. ഇത് പ്ലാറ്റിനം ബിഗ് ഇയറാ. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതാണ്. 50 രൂപ പെയർ വരുന്നത്. ഹോൾസെയിലുണ്ട്. ഇത് വന്നാൽ ചില്ലി മൊസൈക്ക് ഡംബോ വരാ. ഇത് പെയർ 100 വരുന്നത്. പഴയ മോഡൽ. ഇത് ഇലക്ട്രിക് ബ്ലൂ ആ വരുന്നത്. ക്യാപ്പ് ഉള്ളതാ. മേലിൽ നിന്ന് കാണുമ്പോൾ ആ ഒരു ക്യാപ്പ് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അതെ അതെ അതെ. ഇത് പെയർ 50. ഇത് ഫുൾ ഗോൾഡാ വരുന്നത്. ഇയർ ഉള്ളതാ. ചെറിയ ഇയർ വരുന്നതാ. ഇയർ വരുന്നതാ. ഇത് പെയർ 50 വരുന്നത്. ഇത് മെറ്റൽ ബ്ലാക്കാ വരുന്നത്.
ഇപ്പോൾ നല്ല അടിപൊളി സംഭവം, ബോഡിയിൽ പ്രിൻ്റൊക്കെ ഉള്ളത്. പ്രിൻ്റൊക്കെ വരുന്നതാണ്. അതിന് റേറ്റ് വരുന്നത് ഇത് പെയർ 100 വരുന്നത്. ക്വാണ്ടിറ്റി അനുസരിച്ച് നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ആവും. ഇതൊക്കെ പറഞ്ഞതൊക്കെ നമുക്ക് ഹോൾസെയിലായിട്ട് കൊടുക്കാണ്ടാവും. ആ ഹോൾസെയിലായിട്ട് കൊടുക്കാം. നമുക്ക് മിനിമം ക്വാണ്ടിറ്റിയിൽ നമുക്ക് എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ബെസ്റ്റ് റേറ്റിന് കൊടുക്കാം. അപ്പോൾ ഒരു അത്ഭുതം ഞാൻ അവിടെ നിന്ന് കണ്ടു. ഇതാണ്ടോ സ്റ്റെഫ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മളെ. ഇതെന്തൊക്കെയത്? ഇതിൽ ഒരു റെട്ടൈൽ കാറ്റ് ഫിഷ് ഉണ്ട്, അതുപോലെ ഒരു ഷവൽ നോസ് ഉണ്ട്, 2 ഷവൽ നോസ് ഉണ്ട്, ഒരു ഹൈബ്രിഡ് ഷവൽ നോസ് ഉണ്ട്. ഇത് നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. ഇതിന്റെ കൂടെ ഉള്ള നമ്മളെ ഫാമിലുണ്ട്. അതിന്റെ സൈസ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതിപ്പോൾ ജീവനോട് ഉണ്ടായിരുന്നെങ്കിൽ എത്ര സൈസ് ഉണ്ടാവുന്നു. അതെ. അപ്പോൾ ഇത് സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ്. ഏകദേശം 4 വർഷത്തിൻ്റെ അടുത്തായി ഇത് സൂക്ഷിച്ച് വെച്ചിട്ടുള്ളത്. നമ്മൾ ഇത് ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് മീൻ വാങ്ങി കൊടുത്തപ്പോൾ അതിൽ അമോണിയ കൊണ്ട് ഡെഡായി പോയതാണ്. വിഷാംശമുള്ള മീൻ കൊടുത്തപ്പോൾ മരിച്ചുപോയി. അപ്പോൾ ഇത് എന്തായാലും എന്ത് ലിക്വിഡാണ് ഇട്ടുള്ളത്? ഇത് നമ്മുടെ സർജിക്കൽ സ്പിരിറ്റ് ആണ്. ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുമ്പോൾ കയ്യിൽ തുടക്കുന്നത്. അതെ അതെ അതെ, അതിലാണ് ഇത് മുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് എത്രയോ വർഷങ്ങൾ വരെ ഇത് ഇപ്പോൾ 4 വർഷമായി, ഇനി എത്രയോ വർഷങ്ങൾ ഇത് ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാം. അപ്പോൾ അതാണ് ഈ ഒരു സ്പിരിറ്റിൻ്റെ പ്രത്യേകത. അപ്പോൾ അതിൽ നമ്മളത് കാറ്റ് ഫിഷ്, റെഡ് കാറ്റ് ഫിഷ് ഒക്കെ വളർത്തിയതുകൊണ്ട് കളയാൻ തോന്നിയില്ല. അപ്പോൾ എന്തായാലും ഒരു അത്ഭുതപ്പെട്ടു പോയി. ഞാൻ ഇങ്ങനെയൊന്നും എവിടെയും കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ അത്രയും ഒരു ഇതിനുള്ള സ്നേഹം കൊണ്ട് സൂക്ഷിച്ച് വെച്ചാണ് അത്. കൂടെ ഉള്ളവർ നമ്മളെ ഫാമിലുണ്ട് ഉണ്ട്. അത് നമുക്ക് കാണാൻ പോകണം. ഇവിടുത്തെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാൻ. ഇതിൻ്റെ വലിയ സൈസുള്ളതൊക്കെ അവിടെ ഉണ്ട്. വലിയ അരാപ്പയ്മകളുണ്ട്. അപ്പോൾ എന്തായാലും അത്ഭുതപ്പെട്ടു പോയി. ഇത്രയും 4 വർഷം പഴക്കമുള്ള ആ ഒരു ഫിഷിനെ സൂക്ഷിച്ച് വെച്ചതാണ് സ്പിരിറ്റിൽ. നമ്മൾ കണ്ടു. അപ്പോൾ എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടില്ലേ? വലിയ ആരാപ്പായ്മനെ കണ്ടു. അപ്പോൾ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ അടിപൊളി ഒരു ഗിവേയും കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഗിവേയിലും പങ്കെടുക്കണം, അത് മറക്കണ്ട. അപ്പോൾ എങ്ങനെയാണ് ഇവിടുന്ന് സെയിൽ? ഇപ്പോൾ സെയിൽ നമ്മളെ ലൊക്കേഷൻ ട്രിവാൻഡ്രമാണ്. അപ്പോൾ ട്രിവാൻഡ്രത്തുള്ളവർക്ക് നമുക്ക് ഇവിടെ ഡയറക്റ്റ് വന്ന് കളക്ട് ചെയ്യാം. കറക്റ്റ് സ്ഥലം വെള്ളറടയാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഒരു 36 കിലോമീറ്റർ ഉണ്ട്. ഷോപ്പിൽ ഇപ്പോൾ മോൺസ്റ്റർ ഫിഷ് പിന്നെ കുറച്ച് നോർമൽ ഐറ്റംസ് ഒക്കെയാണ്. നമുക്ക് ഇവിടെ മാത്രമല്ല വിസിറ്റിംഗ് ഉള്ളൂ. ഇവിടെ മാത്രമേ വിസിറ്റിംഗ് ഉള്ളൂ. ഫാമിലി നമുക്ക് പോകണമെങ്കിൽ ഡയറക്റ്റ് പോയി നമുക്ക് അതൊക്കെ ഡയറക്റ്റ് പിക്ക് ചെയ്യുന്ന സൈസാണുള്ളത്. കൊറിയർ അയക്കാൻ പറ്റുന്ന സൈസല്ല ഉള്ളത്. ഇവിടെ എല്ലായ്പ്പോഴും ഉണ്ടാവും ഷോപ്പിൽ? ഇവിടെ എല്ലായ്പ്പോഴും ഉണ്ടാവും. നമുക്ക് ഇപ്പോൾ ഈ നിലവിലുള്ള ഈ സ്റ്റോക്കിനെ കൂടാതെ കുറച്ച് സ്റ്റോക്ക് അധികം വരുന്നുണ്ട്, എക്സോട്ടിക് ഐറ്റംസ് വരുന്നുണ്ട്. അതല്ലെങ്കിൽ പോലും നമുക്ക് വേറെ എടുത്ത് കൊടുക്കാൻ പറ്റും. കഴിഞ്ഞ നാളിൽ കുറച്ചൊരു അതിനേക്കാളും റേറ്റ് കൂടിയ കുറച്ച് കാറ്റ് ഫിഷ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്രീ ഓർഡർ ആയിട്ട് നമ്മൾ എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പല മോൺസ്റ്റർ ഫിഷുകളും ഇവിടെ നമ്മൾ കാണിക്കാത്തുണ്ട്. അതും നിങ്ങൾക്ക് എന്തെങ്കിലും കയ്യിലുള്ള നിങ്ങൾക്ക് അറിയണത് ആ പേരുണ്ടെങ്കിൽ ഇവിടെ ചോദിക്കാം. അതുകൊണ്ട് പ്രീ ഓർഡർ ചെയ്താൽ നിങ്ങൾക്കത് കൊറിയറായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ ഈ അക്വ ഷോപ്പിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അക്വ ഷോപ്പിൽ സാധാരണ കൊറിയർ ഉണ്ടാവില്ല, പക്ഷേ ഈ അക്വ ഷോപ്പിൽ കൊറിയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഓൾ ഇന്ത്യ കൊറിയർ ഉണ്ട്. കേരളത്തിലാണെങ്കിൽ നമുക്ക് പെറ്റ് വാൻ സർവീസ് ഉണ്ട്. അതല്ലെങ്കിൽ ഇന്ത്യക്കകത്താണെങ്കിൽ നമുക്ക് ബസ് അല്ലെങ്കിൽ ട്രെയിനിലോട്ട് നമുക്ക് കൊറിയർ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് സെയിൽ? വാട്സപ്പ് ഗ്രൂപ്പ് വഴി? നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമുക്ക് സ്ഥിരമുള്ള അപ്ഡേറ്റ്സ് നമുക്ക് അതിൽ അറിയാൻ പറ്റും. അപ്പോൾ ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതിൽ നിങ്ങൾ ആ യൂട്യൂബ് ചാനലുണ്ട്, ഗിവ് കൊടുക്കുന്ന യൂട്യൂബ് ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് ഉണ്ട്, പിന്നെ ഈ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് നിലവിലെ സ്റ്റോക്ക് നമ്മൾ അതിൽ ഇട്ടിരിക്കും. അല്ലാതെ പ്രീ ഓർഡർ ആയിട്ട് നമുക്ക് ഉള്ള സ്റ്റോക്ക് ഓൾ ഇന്ത്യയിൽ നമുക്ക് അവൈലബിൾ ഉള്ള എല്ലാ പ്രീ ഓർഡർ സ്റ്റോക്ക് നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യും. ആവശ്യക്കാർക്ക് നമുക്ക് പ്രീ ഓർഡർ ചെയ്ത് കൊടുക്കാം. ഇവിടെ നിലവിലുള്ള സ്റ്റോക്ക് നമുക്ക് കുറേ റേറ്റും കൊടുക്കാം. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ ഈ മോൺസ്റ്റർ ഫിഷിൻ്റെ ഈ വീഡിയോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് വിചാരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആണ് ഇവിടെ എല്ലാവർക്കും